സിനിമയുടെ വർണ്ണാഭമായ ലോകത്ത് നമ്മൾ ആരാധനയോടെ നോക്കുന്ന ഓരോ മുഖത്തിനും പിന്നിൽ വർഷങ്ങളുടെ പാരമ്പര്യവും മാതാപിതാക്കളുടെ സ്വപ്നങ്ങളുമുണ്ട്. വെള്ളിത്തിരയിലെ വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും തങ്ങളുടെ വേരുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പിടിത്താരങ്ങൾ നമുക്കുണ്ട്. വെറും താരങ്ങൾ മാത്രമല്ല, മലയാള സിനിമയുടെ ഗതിവിഗതികൾ മാറ്റിയെഴുതിയ വലിയൊരു തലമുറയുടെ പിന്തുടർച്ചാവകാശികൾ കൂടിയാണ് ഇവർ. ക്യാമറയുടെയും ലൈറ്റിന്റെയും ലോകത്തേക്ക് അവർ എത്തിയ വഴികൾ അത്ര എളുപ്പമായിരുന്നില്ല. ആ യാത്രയിൽ കരുത്തായി നിന്ന മാതാപിതാക്കളുടെ കഥകളും അവർ സിനിമയിൽ ചെലുത്തിയ സ്വാധീനവും ഒന്നും വേറെ തന്നെയാണ്. ഇന്ന് നമ്മൾ തുറന്നു കാട്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെയും അവരുടെ കുടുംബത്തിന്റെ ഉള്ളറ കഥകളുമാണ്. കൗതുകവും ആദരവും നിറഞ്ഞ ഈ യാത്രയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥ് ഭരതൻ, മലയാളിയുടെ പ്രിയപ്പെട്ട KPC ലളിതയുടെയും സംവിധായകൻ ഭരതന്റെയും മകൻ. ആ പ്രതിഭയുടെ പാരമ്പര്യം സിദ്ധാർത്ഥിലൂടെ ഇന്നും നമ്മൾ കാണുന്നു. പിന്നെ മുകേഷ്, O മാധവന്റെയും വിജയകുമാരിയുടെയും മകൻ. O മാധവൻ സാറിന്റെ നാടക ലോകത്തെ സംഭാവനകൾ എത്ര വലുതാണ്. ദിലീപ്, വിജയ്, ഇവരെല്ലാം സിനിമയിലേക്കെത്തിയപ്പോൾ അതിനു പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഐശ്വര്യലക്ഷ്മിയും ബേസിൽ ജോസഫുമെല്ലാം ഇന്ന് മലയാളികൾക്ക് സുപരിചിതരാണ്. ഇവരുടെ മാതാപിതാക്കളുടെ പിന്തുണയെക്കുറിച്ച് പറയുമ്പോൾ അത് പലപ്പോഴും പുറം ലോകം അറിയാത്ത വലിയൊരു കഥ തന്നെയാണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഫഹദ് ഫാസിലിന്റെ കാര്യം. സംവിധായകൻ ഫാസിലിന്റെ മകനായി സിനിമയിലേക്കെത്തിയ ഫഹദ് ഇന്ന് ലോകമറിയുന്ന നടനാണ്. പൃഥ്വിരാജും ഇന്ദ്രജിത്തും സുകുമാരൻ സാറിന്റെയും മല്ലിക ചേച്ചിയുടെയും കരുത്തുള്ള മക്കൾ. ഒരു കുടുംബം തന്നെ സിനിമയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവർ. അതുപോലെ തന്നെയാണ് ഉദയ സ്റ്റുഡിയോയുടെ ചരിത്രം പേറുന്ന കുഞ്ചാക്കോ ബോബൻ. ഉദയ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിൽ ഒരു ചരിത്രം തന്നെയുണ്ട്. ആ ചരിത്രത്തിന്റെ അവകാശിയായ ചാക്കോച്ചൻ ഇന്നും സിനിമയിൽ സജീവമാണ്. ഷൈൻ ടോം ചാക്കോ, ഗിന്നസ് പക്രു തുടങ്ങിയവരും തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഇടം പിടിച്ചവരാണ്. ഹാസ്യതാരമായി വന്ന് വിസ്മയിപ്പിച്ച ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകൻ മുതൽ മകൾ അഹാന കൃഷ്ണയിലൂടെ സിനിമയിൽ നിറസാന്നിധ്യമായ കൃഷ്ണകുമാറിന്റെ കുടുംബം, അതുപോലെ തന്നെ നാടകത്തിന്റെ മണ്ണിൽ നിന്നും വന്ന് അവിസ്മരണീയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച കലാഭവൻ മണി, ഇവരുടെയെല്ലാം വേരുകൾ സിനിമയുമായി എത്രത്തോളം ഇഴചേർന്ന് കിടക്കുന്നു. നസ്രിയയുടെയും മാത്യു തോമസിന്റെയും ഓരോ വളർച്ചയിലും അവരുടെ കുടുംബത്തിന്റെ കരുത്തുണ്ട്. അനുശ്രീയെപ്പോലെ സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് താരമായവരും ശോഭനയെപ്പോലെ പാരമ്പര്യമായി കലയെ നെഞ്ചിലേറ്റിയവരും നമ്മുടെ സിനിമയുടെ അഭിമാനമാണ്. അഭിനയവും സംവിധാനവും നിർമ്മാണവുമെല്ലാം കുടുംബത്തിനകത്ത് തന്നെ ഒതുങ്ങുമ്പോഴും അതിനെ വലിയൊരു കലയായി മാറ്റാൻ ഇവർ കാണിക്കുന്ന സമർപ്പണം നമ്മൾ കാണാതെ പോകരുത്. ഓരോരുത്തർക്കും ഓരോ വലിയ കഥ പറയാനുണ്ട്. ഇനിയും ഇതുപോലെയുള്ള രസകരമായ വിശേഷങ്ങൾക്കായി നമ്മളുടെ ചാനലുമായി ചേർന്ന് നിൽക്കുമല്ലോ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.